ക്യാൻസർ മനുഷ്യ ശരീരത്തെ കാർന്നു തിന്നുന്ന മഹാരോഗം. പ്രാരംഭഘട്ടത്തിൽ തന്നെ രോഗനിർണയം സാധ്യമായാൽ ചികിത്സയിലൂടെ ഒട്ടുമിക്ക ക്യാൻസർ രോഗങ്ങളും ഭേദമാക്കാനാവും. പക്ഷേ നിരാലംബരും സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവരുമായ രോഗികൾക്ക് വൻ ചികിത്സാ ചിലവ് ബാധ്യതയാകുന്നു. നമുക്ക് ചുറ്റുമുള്ള സഹജീവികളോട് കരുണ കാണിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പാതിവഴിയിൽ തളർന്നു വീഴുന്നവർക്ക് പ്രത്യാശയേകാൻ ചില ചിന്തകളുണ്ടാകുന്നു. 1998 സ്ഥാപിതമായ കരുണ പാലിയേറ്റീവ് കെയർ ഒരു ദശാബ്ദക്കാലത്തിലധികമായി ആതുര സേവന രംഗത്ത് സജീവ സാന്നിധ്യമാണ്. ചലനശേഷി നഷ്ടപ്പെട്ട് കിടപ്പിലായ രോഗികൾക്ക് ഹോം കെയർ സംവിധാനത്തിലൂടെ സാന്ത്വനമേകിക്കൊണ്ടിരിക്കുന്നു. ജീവൻ രക്ഷാ ഉപാധികളായ മരുന്നുകൾ നൽകുന്ന ഡ്രഗ് ബാങ്ക് സംവിധാനം, ആരോഗ്യസംബന്ധിയായ ബോധവൽക്കരണ സംരംഭങ്ങളായ മെഡിക്കൽ ക്യാമ്പുകൾ, കരുണ പാലിയേറ്റീവ് കെയറിന്റെ കരുണ വറ്റാത്ത പ്രവർത്തനങ്ങൾ ഏറെയാണ്. ഏകദേശം 300-400ഓളം പേഷ്യൻസിനെ ഞങ്ങൾ പരിചരിച്ചിട്ടുണ്ട്. ക്യാൻസർ രോഗികൾ അവശത അനുഭവിക്കുന്ന അവസാന കാലഘട്ടത്തിൽ അവർക്കുണ്ടാകുന്ന വേദനകളും മറ്റുള്ള വിഷമങ്ങളും ഒരു പരിധിവരെ ആശ്വാസം നൽകാൻ ഈ സ്ഥാപനത്തിന് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ദശാബ്ദം പിന്നിട്ട സേവന പ്രവർത്തനങ്ങളിലൂടെ നേടിയ പരിചയ സമ്പത്ത് കരുണ ക്യാൻസർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ എന്ന ബൃഹത്തായ സംരംഭത്തിന് മുതൽക്കൂട്ടാണ്. നൂതന സാങ്കേതിക വിദ്യയിലൂടെ അത്യാധുനിക ചികിത്സാ സൗകര്യം നിസ്സഹായരായവർക്ക് സൗജന്യമായി ലഭ്യമാക്കുകയെന്ന ദൌത്യമാണ് കരുണ ക്യാൻസർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഏറ്റെടുത്തിരിക്കുന്നത്. ആരോഗ്യ സംരക്ഷണ രംഗത്തെ നവീന സ്പന്ദനങ്ങളെ തൊട്ടറിയാനും ഫലപ്രദമായ പ്രവർത്തനങ്ങൾ നടത്താനും കരുണ ക്യാൻസർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പ്രതിജ്ഞാബദ്ധരാണ്. കരുണ ക്യാൻസർ ഹോസ്പിറ്റലിന്റെ പ്രധാന ലക്ഷ്യം പാവപ്പെട്ട രോഗികൾക്ക്, ക്യാൻസർ രോഗികൾക്കുള്ള സഹായം കൊടുക്കുക എന്നുള്ളതാണ്. ടെർമിനൽ സ്റ്റേജിലുള്ള നമ്മളിപ്പോൾ പെയിൻ ആൻഡ് പാലിയേറ്റീവ് രോഗികളാണ് ഇപ്പോൾ കിടക്കുന്നതെങ്കിലും വരാൻ പോകുന്നത് എയർലി ഡിറ്റക്ഷൻ, നേരത്തെ രോഗം കണ്ടുപിടിച്ച് ചികിത്സിക്കുവാനുള്ള ഒരു സൗകര്യമാണ് മെയിനായിട്ട് ഈ സ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ഭാരിച്ച ഏറ്റവും ചെലവുള്ള ഒരു സംവിധാനമായതുകൊണ്ട് ഇത് ജനങ്ങളിൽ നിന്നുള്ള സഹകരണങ്ങളും അതേപോലെ തന്നെ ത്രിതല പഞ്ചായത്തുകളും ഗവൺമെന്റും എല്ലാം സഹായിക്കുമ്പോൾ ഇത് ഒരു ഉയർന്ന് വരാൻ സാധിക്കുള്ളൂ. മലബാറിന്റെ ആരോഗ്യ ഭൂപടത്തിൽ ഇടം പിടിക്കാനൊരുങ്ങുന്ന കരുണ ക്യാൻസർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ നിലവിൽ സജ്ജമായ 2 നിലകളിൽ പ്രവർത്തനം ആരംഭിച്ചു. 1 ഏക്കർ സ്ഥലത്ത് 57,420 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ 7 നിലകളിൽ അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളോടെ മലബാറിലെ ആലംബഹീനരായ രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകുക, ജീവിതത്തിന്റെ നല്ല നാളുകളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കാണാൻ ഒരു സമൂഹത്തെ പ്രാപ്തമാക്കുക എന്നീ ലക്ഷ്യങ്ങൾ ഉടൻ പൂർത്തീകരിക്കാനൊരുങ്ങുന്നു. ക്യാൻസർ രോഗനിർണയത്തിന് മാമോഗ്രാം, വിവിധ രോഗനിർണയ സംവിധാനങ്ങളായ എക്സ്റേ, ബ്ലഡ് അനലൈസർ, അൾട്രാസൗണ്ട് സ്കാനർ തുടങ്ങിയവയും ലബോറട്ടറിയും നിലവിൽ പ്രവർത്തന സജ്ജമായിരിക്കുന്നു. കൌൺസിലിംഗും സൈക്യാട്രി സംവിധാനവും നിലവിൽ ലഭ്യമാണ്. ഇവിടെ നേരത്തെ കണ്ടുപിടിക്കാൻ ഇപ്പം ഞങ്ങൾ ഒരുക്കിക്കുന്ന സംവിധാനം മാമോഗ്രാം, അതായത് സ്ത്രീകളുടെ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കുന്ന ഒരു സംവിധാനമാണ് മാമോഗ്രാം. എക്സ്റേ ഉണ്ട്, പിന്നെ അൾട്രാസൗണ്ട് സ്കാൻ ഉണ്ട്. ആ സംവിധാനം ഒരുക്കി. പിന്നെ ലാബ് സൗകര്യം ഇവിടെ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇനി അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ടിയിരിക്കുന്നു. അപ്പോൾ ക്യാൻസർ ബേർഡൻ, അതായത് ക്യാൻസറിനെ ചെറുക്കാൻ ഏറ്റവും നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സ മാറ്റലാണ് ക്യാൻസർ രോഗം ചെറുക്കാനുള്ള ഏറ്റവും വലിയ പ്രക്രിയ. അത് പൊതുജനങ്ങളുടെ ഇത്തരമുള്ള സ്ഥാനം, ഇതൊരു ചാരിറ്റബിൾ ഹോസ്പിറ്റലാണ്. ഇവിടെ പൊതുജനങ്ങളുടെ സാമ്പത്തിക ശേഷിയിലുള്ള സഹായം വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാൻ കഴിയും. സുമനസ്സുകളായ നാട്ടുകാരുടെയും പ്രവാസികളുടെയും അകമഴിഞ്ഞ പ്രാർത്ഥനകളും സാമ്പത്തിക സഹായങ്ങളും പ്രത്യാശ നൽകുന്നു. സേവനപാതയിലെ പ്രയാണത്തിന് ശക്തമായ സാമ്പത്തിക സഹായം ആവശ്യമാണ്. കരുണ ക്യാൻസർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിന്റെ പൂർണ്ണതയ്ക്കായി നമുക്ക് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാം.